എടുക്കാം. നമ്മുടെ അവിടെ ഉള്ള സൈസ് റോസാക്കമ്പൊന്നുമല്ല കേട്ടോ, നല്ല കട്ട് ചെയ്തിട്ടില്ലേ, കാപ്പിക്കമ്പ് പോലത്തെ റോസാക്കമ്പ്. തോറ്റ് തുന്നമ്പാടി വരുന്ന വസു നിന്റെ മോൻ. എന്റെ പൊന്നെ, ഇത് നിങ്ങൾ കാണണം കേട്ടോ. 89ാമത്തെ വയസ്സിൽ ശ്രീനഗർ വന്നാണ്ട് ഈ കുപ്പായ ഇടാൻ കാണിച്ച മനസ്സുണ്ടല്ലോ അത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ശ്രീനഗറിലാണ്, നമ്മുടെ ഫസ്റ്റ് ദിവസമാണ്. അപ്പോൾ ശ്രീനഗറിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മൾ പോവാണ്. നമ്മൾ ഉദ്ദേശിച്ച അത്രയും തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല തണുപ്പുണ്ട്, ചെറിയ തണുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല ക്ലൈമറ്റ് ആണ്. അതുകൊണ്ട് ശ്രീനഗർ നിങ്ങൾക്കെല്ലാം അറിയാം, പ്രത്യേകിച്ച് നല്ല ഗാർഡൻസ് എല്ലാം ഓപ്പൺ ആയി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഗാർഡൻസ് ആണ് ആദ്യം കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം ഈ സുന്ദരമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടീനാമ്മയ്ക്കൊപ്പം ഞാൻ ലെന്നി. വെൽക്കം ടു LTDreams. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നതാണ്. ആലു പൊറോട്ട, പ്ലെയിൻ പൊറോട്ടയും 2 കാപ്പിയും പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഉണ്ട് കേട്ടോ. ദോശ, ഇഡ്ഡലി, ഊത്തപ്പം, മറ്റേ പാവ് ബജ്ജി, പാനിപ്പൂരി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, മറ്റേ ധർമ്മജൻ പറയുന്ന പോലെ ഇതൊന്നും മേൽപ്പറഞ്ഞ കടികളൊന്നും ഇവിടെ ഇല്ലെന്ന്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ആലു പൊറോട്ട വന്നിട്ടുണ്ട്. നമ്മുടെ കാശ്മീരിലെ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എൻ്റെ കൂടെ പിക്കിള് കഴിച്ചു നോക്കിയേ. എന്താണ്, പുളിയാണോ? പുളിയാണ്. ഇതാണ് ഇവിടുത്തെ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ. കഴിച്ചു നോക്കട്ടെ കേട്ടോ. ആലു പൊറോട്ട ട്രൈ ചെയ്യട്ടെ. പൊറോട്ട കഴിച്ചാൽ ഇതിന് നല്ല പുളിയാണ്, കൊള്ളാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മുഗൾ ഗാർഡൻസിൽ എത്തിയിരിക്കുകയാണ്. മുഗൾ ഗാർഡൻസ് എന്ന് പറഞ്ഞാൽ ഒന്നല്ല കേട്ടോ, 6 ഗാർഡൻസാണ് കാശ്മീരിലുള്ളത്. ഇതിലൊന്നായ ചശ്മിൻ ഷായി എന്ന് പറയുന്ന ഒരു മുഗൾ ഗാർഡൻസിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇത് ഷാജഹാൻ ചക്രവർത്തിയുടെ കാലത്ത് പുള്ളിയുടെ മൂത്ത മകന് വേണ്ടി പണി കഴിപ്പിച്ചിട്ടുള്ള അതിസുന്ദരമായ കുഞ്ഞിത്. അതായത് മുഗൾ ഗാർഡൻസിൽ വെച്ച്, അതായത് കാശ്മീരിലെ മുഗൾ ഗാർഡൻസിൽ വെച്ച് ഏറ്റവും ചെറുതും എന്നാൽ ഇച്ചിരി ഒരുപാട് ആളുകൾ വരുന്നതുമായിട്ടുള്ള ഒരു അതിസുന്ദരമായൊരു ഗാർഡനാണ്. കണ്ടോ, ആ മരങ്ങളൊക്കെ കണ്ടോ, എൻ്റെ ദൈവം എന്നാ രസമെന്ന് പറയും. മൊത്തം വെള്ളപ്പൂക്കൾ. ഞങ്ങളിങ്ങനെ നടന്നു വന്നപ്പോൾ താഴെ മൊത്തം ഇങ്ങനെ പൂ ഇങ്ങനെ വെതറി ഇട്ടേക്കുവാണ്. അപ്പം എൻ്റെ പൂക്കളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകതയാണ് വേണ്ട, അവിടുന്ന് ആ സെൻറ്ററിൽ നിന്ന് വരുന്ന ജലധാര അല്ലെങ്കിൽ അത്ഭുത ഉറവ. അതിന് ഒരുപാട് മെഡിക്കേഷൻ, അതായത് മെഡിക്കൽ ഗുണമുണ്ടെന്നൊക്കെ ഇവർ വിശ്വസിക്കുന്നു. അതിൻ്റെ പിന്നിലൊരു കഥയും ചരിത്രവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, വെട്ടി നിർത്തിയിട്ട് തന്നെ പറയാം, ഒരു കിരീടം പോലെയാണ് ഈ മരങ്ങളൊക്കെ നിൽക്കുന്നത്. പൂക്കളെക്കാട്ടും സൗന്ദര്യം ഇവിടുത്തെ മരങ്ങൾക്കാണ്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു സെറ്റപ്പാണ്. ഞങ്ങൾ ഏകദേശം രാവിലെയാണ് ഗാർഡൻസിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് നല്ല എന്താ പറയുന്നത്, മൈൻഡ് അത്രയ്ക്കും റിലാക്സ് ആകുന്ന സെറ്റപ്പിലാണ് നമ്മൾ കണ്ടത്. പിന്നെ ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞതുകൊണ്ട് ഈ പൂമരം കേട്ടോ. ഈ പൂമരം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. എന്നാ പറയുക, ശരിക്കും ഞങ്ങൾ ഞെട്ടിപ്പോയി. ഞങ്ങൾ ആദ്യം ഇത് വിശ്വസിച്ചില്ല കേട്ടോ. ഞങ്ങൾ ദൂരത്തുനിന്ന് കണ്ടപ്പോൾ ഇതിൻ്റെ താഴെ ഒരു കസേരയൊക്കെ ഉണ്ട്, അവിടെ ആൾക്കാരിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ എടുക്കാഞ്ഞ്. അപ്പം ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഇപ്പോൾ കടലാസ് ചുറ്റി വെച്ചേക്കുന്ന സംഭവമായിരിക്കുന്നു. അടുത്ത് ചെന്ന് നോക്കുമ്പോൾ സാധനം ഒറിജിനൽ പൂവാണ്. എൻ്റെ അമ്മ, ഒരു മരം നിറച്ച് പൂ മാത്രം. ഇതിൻ്റെ അത് കൂടിപ്പോൾ ഒരു 10-25 ഇല മാത്രമേ ഉള്ളൂ. നേരിട്ട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. ഭയങ്കര രസം അല്ലേ? നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അല്ലെ പൂമരം കാണുന്നത്. ഭയങ്കര രസം. മണത്തോ നോക്കി, മണമുണ്ടോ? മണം എടുക്കാം, കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ ഉണ്ടല്ലോ ചെറിയൊരു തണുപ്പും അത്യാവശ്യം സൂര്യൻ വന്നു, വെട്ടമൊക്കെ ഉണ്ട്. എന്നാലും ഉണ്ടല്ലോ നല്ല വെയിലുണ്ട്, പക്ഷേ അത്ര ചൂടൊന്നും അറിയത്തില്ല. ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ട് അടിപൊളി ക്ലൈമറ്റ് കേട്ടോ. ഒത്തിരി തണുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സുഖമാണ്. ജാക്കറ്റിൻ്റെ ഒന്നും വലിയൊരു ആവശ്യമില്ല. 1962 ഷാജഹാൻ തൻ്റെ മൂത്ത മകന് വേണ്ടി, പ്രിയങ്കരനായ മൂത്ത മകന് വേണ്ടി നിർമ്മിച്ച ഗാർഡനാണ് ചശ്മിൻ ഷായി. ചശ്മിൻ ഷായുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവിടുത്തെ നീരുറവ. നീരുറവയ്ക്ക് ഒരുപാട് ഔഷധ ഗുണമുണ്ടെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്.
അതായത് വസന്ത കാലഘട്ടത്തിൽ ആ വെള്ളം കുടിക്കുന്നവർക്ക് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല എന്നിവർ വിശ്വസിക്കുന്നു. അതിൻ്റെ പിന്നിലൊരു രസകരമായൊരു കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഷാജഹാൻ്റെ വൈഫിന് അസുഖം ബാധിക്കുകയും ഇവിടുന്ന് വെള്ളം കുടിക്കുകയും അതോടുകൂടി പുള്ളിക്കാരുടെ അസുഖം മാറുകയും ഒക്കെ ചെയ്തെന്നാണ് വിശ്വാസം അവർ പറയപ്പെടുന്നത്. പിന്നെ രാജവംശം ഇവിടുന്ന് വെള്ളം ഒരുപാട് യൂസ് ചെയ്യാനായിട്ട് കൊണ്ടുപോവുകയും അങ്ങനെ അവർ വിശ്വസിച്ച് പോകുന്ന ചരിത്രങ്ങളിൽ അതിനുള്ള തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതാണ് ചശ്മിൻ ഷായിലെ ഏറ്റവും വലിയ പ്രത്യേകതകൾ. അതായത് ഇവിടുത്തെ ഈ നീരുറവ, അതായത് നമ്മൾ മുഗൾ നിർമ്മിതികളെല്ലാം കാണുന്ന ഒരേ പാറ്റേണാണ്. നടുക്കൂടെ ഒരു ജലധാരയുണ്ട്, അവരുടെ അതേ പാറ്റേണാണ് നമ്മളിവിടെയും കാണുന്നത്. അത്രയ്ക്കും ക്ലീനാണ്. ഇതിനകത്ത് നമുക്ക് ഇറങ്ങാനൊന്നും പറ്റത്തില്ല, നമുക്ക് ബോട്ടിലൊക്കെ വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റും. അത്രയ്ക്ക് ക്ലിയറാണ്, ധൈര്യമായിട്ട് കുടിക്കുക, ഒരു പ്രശ്നമില്ല. പക്ഷേ നല്ല തണുത്ത വെള്ളമായിരിക്കും. ആണല്ലേ? ചാട് ചാട് ഒറ്റ ചാട ഫാസ്റ്റ്. കണ്ടോ, തോറ്റ് തുന്നമ്പാടി വരുന്ന വസു, നിന്റെ മോൻ. അയ്യടാ, പണ്ടത്തെ പോലെ തൂങ്ങാൻ പറ്റുന്നില്ല. ഫ്രണ്ട്സ്, ഇതാണ്ടേ നമ്മുടെ പുറകെ നിൽക്കുന്ന മരം ഉണ്ടല്ലോ, 300 വർഷം പഴക്കമുള്ള മരമാണ്. ഇതിൻ്റെ ഇലകൾ നിങ്ങൾ കണ്ടില്ലേ? ഇത് ഈ തണുപ്പ് കാലം തുടങ്ങുന്ന സമയത്ത്, അതായത് വിൻ്റർ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ മഞ്ഞ കളർ വരും. നമ്മൾ ഒത്തിരി ഫോട്ടോസിലൊക്കെ കണ്ടിട്ടില്ല, അതാണ്. നല്ല ഭംഗിയായിരിക്കും അന്നേരം കാണാൻ. നമ്മൾ കാശ്മീരിലോട്ട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഒരുപാട് സ്ഥലത്ത് ഈ മരം കാണാൻ സാധിക്കും. പക്ഷേ ഇത് 300 വർഷം പഴക്കമുള്ള മരമാണ്. ആ മരത്തിൻ്റെ താഴെ അവർ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ചിനാർ മരങ്ങൾ 300 വർഷം പഴക്കമുള്ളത്. ഞാൻ ചുമ്മാ തള്ളിയൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഞാൻ നമ്മൾ മുമ്പേ കണ്ട ആ മരത്തിൻ്റെ മറ്റേ പൂക്കളുള്ള മരത്തിൻ്റെ ചെറിയൊരു മരമാണ് ഇത്. ഇത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ, ഇതിന് ഒരു രക്ഷയില്ല, അത്രയ്ക്ക് സൗന്ദര്യം ആ മരത്തിന്. ഫ്രണ്ട്സ്, പണ്ട് ഇതുപോലെ നമ്മുടെ വീട്ടിലൊരു തേനീച്ച, അല്ല പറവ, ഒരു പൂവെ വന്നിരുന്നപ്പോൾ ടീനാമ്മ ഓടിപ്പോയി ഷൂട്ട് ചെയ്തതാ. അതായിരുന്നു യൂട്യൂബായിട്ട് മാറിയത്. അതെ, അങ്ങനെ അന്ന് തുടങ്ങിയ പരിപാടിയാണ് ഈ യൂട്യൂബ് പരിപാടി. ജസ്റ്റ് ഒരു പറവ വന്ന്, അല്ലേ? ഒരു ചിത്രശലഭം വന്ന്, ആ ചിത്രശലഭമാണ് ltdreamsന് കാരണമായത്. ഈ നാം അതിൽ നിന്ന് ദുഃഖിക്കുന്നു, അതൊക്കെ ഇരിക്കുന്നു, മിടുക്കി. അപ്പം മുഗൾ ഗാർഡനിലെ കാഴ്ചകളൊക്കെ കണ്ടു, ഇതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം ഞങ്ങൾ അടുത്ത ഗാർഡൻ, ഇന്ന് മൂന്ന് ഗാർഡനാണ്. 3 ഗാർഡനാണ് ഇന്ന് കാണാനുള്ളത്. ഇത് കണ്ടില്ലേ, നല്ല പാമ്പോ പഴുതാരോ വല്ലതും ഉണ്ടോ നോക്കണം. നല്ല രസമാണ്, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളിയാണ്. നല്ല കിളുത്ത് വരണം. ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞാൽ മൊത്തം പൂക്കളായിരിക്കും. ഫ്രണ്ട്സ്, ഇത് മൊത്തം റോസ നട്ട് വെച്ച് ഇങ്ങനെ റെഡി ആകുന്നു. ഇതെല്ലാം പൂത്ത് നിൽക്കുന്ന ഒരു സമയം നിങ്ങൾ ഓർത്ത് നോക്കി. അതായത് അല്ലേ, ഈ മാസം എൻഡോടുകൂടി എല്ലാം സെറ്റാകും. പിന്നെ ഒരു വസന്തങ്ങളുടെ കാലമാണ്. ടോയ്ലറ്റ് തന്നെ കണ്ടില്ലേ, എന്നാ ഭംഗിയാ. അകത്തെങ്ങനെ ഉണ്ടെന്ന് പോയിട്ട് വരാം. ടോയ്ലറ്റേക്കുള്ള വഴിയാണ് ഇത്. കണ്ടോ, റോസാക്കമ്പൊക്കെ കണ്ടില്ലേ? ഈ എടാ, ഇതിനൊക്കെ അങ്ങ് കാഴ്ച നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, എന്നാ രസമായിരിക്കും അറിയോ. ആ കമ്പ് കണ്ടാൽ അറിയാം. നമ്മുടെ അവിടെ ഉള്ള സൈസ് റോസാക്കമ്പൊന്നുമല്ല കേട്ടോ, നല്ല കട്ട്. ഇത് കണ്ടില്ലേ, കാപ്പിക്കമ്പ് പോലത്തെ റോസാക്കമ്പ്, നല്ല ഡാലിയ പോലത്തെ പൂവുണ്ടാവും. ഫ്രണ്ട്സ്, അതുപോലെ നമുക്ക് ഇവിടുന്ന് ദൂരെ നോക്കിയാൽ അങ്ങ് ദാൽ ലേക്കിൻ്റെ അതിസുന്ദരമായ കാഴ്ചകളൊക്കെ കാണാം. സബർവൻ പർവ്വതനിരയുടെ ചെരുവിൽ 400 വർഷങ്ങൾക്ക് മുമ്പ് ഷാജഹാൻ ചക്രവർത്തി പണിയിച്ച അതിസുന്ദരമായൊരു കുഞ്ഞ് ഗാർഡനാണ് ചശ്മി ഷായ്. പിന്നെ ഇവിടെ നമുക്ക് മറ്റേ കാശ്മീരി ഡ്രസ്സൊക്കെ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 150 രൂപയാണ് ഒരു പ്രിൻറ്റിന് അവർ പറയുന്നത് റേറ്റ്. ഫ്രണ്ട്സ്, അപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ അടുത്ത ഗാർഡനിലോട്ട് പോവാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു, നല്ല രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ മരവും കാര്യങ്ങളും ഫോട്ടോ ഒക്കെ എടുക്കാൻ വരുന്നവർക്ക് നല്ല, അല്ലേ, ഒരുപാടുണ്ട്. പക്ഷേ വലിയ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ വലിയ
ശല്യങ്ങളൊന്നുമില്ല. അല്ല നമ്മൾ ആ ഡൽഹിയിലൊക്കെ പോയ സമയത്ത് നമ്മൾ ഓടിച്ചിട്ട് പിടിക്കുമായിരുന്നു അമ്മമാർ. പക്ഷേ അങ്ങനത്തെ ശല്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മുഗൾ ഗാർഡനായ പെരിമഹൽ ഗാർഡനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് ജസ്വന്ത് കണ്ടു നമ്മൾ അവിടുന്ന് അതേ സെയിം റൂട്ടിൽ തന്നെയാണ് കുറച്ചുകൂടി മുന്നിലേക്ക് പോകുമ്പോഴാണ് പെരിമഹൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. അതായത് സബർബൻ മലനിരകളുടെ ഏറ്റവും ടോപ്പിലായിട്ടാണ് ആ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പം റോഡ് കാലിയാണ്, ഏകദേശം വലിയ ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് നമ്മുടെ ഡ്രൈവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ സമയമായതുകൊണ്ട് ഏകദേശം 10-11 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നല്ല ട്രാഫിക്കാണ്. അപ്പം നിങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുന്ന സമയം മാക്സിമം രാവിലെ തന്നെ നിങ്ങളത് കവർ ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്വന്ത് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് മിലിറ്ററി ചെക്കിംഗ് ഉണ്ട്. നമ്മുടെ വാഹനവും പരിശോധിക്കും, അതുപോലെ നമ്മുടെ ബാഗ് കാര്യങ്ങളെല്ലാം പരിശോധിക്കും. ഡ്രോൺ ഉണ്ടോ എന്ന് അവർ ചോദിച്ചായിരുന്നു. ഡ്രോണൊന്നും അലൗഡല്ല, ഇവിടെ ഡ്രോൺ പറത്താൻ പറ്റത്തില്ല. കാരണം നമ്മുടെ പെരിമഹൽ ഗാർഡൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു പട്ടാളക്കാരുടെ ഒരു സ്റ്റേഷൻ കൂടെയാണ്. അതുകൊണ്ട് അങ്ങോട്ട് ഡ്രോണ് കാര്യങ്ങളോ ഒന്നും ഇവിടെ പറത്താൻ പറ്റത്തില്ല. അല്ലെ തന്നെ കാശ്മീരിൽ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ഡ്രോൺ പറത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഡ്രോണൊക്കെ ആയിട്ട് വരുന്നവർക്ക് വലിയ യൂസ് കിട്ടുമോയെന്ന് എനിക്കറിയത്തില്ല. ഫ്രണ്ട്സ്, അപ്പോൾ പെരിമഹൽ ഗാർഡൻ അതാണ് അതിൻ്റെ എക്സാക്റ്റ് നെയിം വരുന്നത്. അപ്പോൾ നമ്മൾ പെരിമഹൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെരിമഹൽ ഗാർഡൻ എന്നാണ് എക്സാക്റ്റ് നെയിം വരുന്നത്. അഡൽട്ട്സിന് 24 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അപ്പം പോളിത്തീൻ ഫ്രീ സോണാണ്. അതായത് അങ്ങോട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം വലിച്ചെറിയോ നമ്മളിവിടുന്ന് കൂട് കൊണ്ടുപോയിട്ട് വലിച്ചെറിയുന്ന പരിപാടികളൊന്നും നടക്കത്തില്ല. കട്ട ഫൈൻ കിട്ടും. അതുകൊണ്ട് അത്രയും സുന്ദരമായിട്ടൊരു സ്ഥലമാണ്, നമുക്കങ്ങനെ വലിച്ചെറിയാൻ തോന്നത്തില്ല. അത്രയ്ക്ക് ക്ലീനാണ്, നീറ്റാണ്. അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറുവാണ്. നമ്മൾ സ്റ്റെപ്പ് കയറി മെയിൻ കവാടത്തിലൂടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യത്തെ ടെറസിൽ എത്തിച്ചേരും. ഇതുപോലെ 7 ടെറസുകൾ ചേർന്ന അതിസുന്ദരമായ ഒരു ഗാർഡനാണ് പെരിമഹൽ ഗാർഡൻ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ചേച്ചിമാരെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുകയാണ്, അതും കാശ്മീരി ഡ്രസ്സിൽ. ഫ്രണ്ട്സ്, അപ്പം വേണ്ട നമ്മുടെ മലയാളി ചേച്ചിമാരെല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. അപ്പം ആൾക്കാരെല്ലാവരും വന്ന് ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. എന്ന് വെച്ചാൽ കാശ്മീർ ഇത്രയും പേര് ഗ്രൂപ്പിൻ്റെ കൂടെ ഒരു ഫോട്ടോ കിട്ടുമല്ലോ. അതുകൊണ്ട് ഇവരൊക്കെ നോർത്ത് ഇന്ത്യൻസ് ആണ്, അവരെല്ലാം അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. അമ്മച്ചിയുടെ പേരെങ്ങനെയാ? തങ്കമ്മ. ഞങ്ങള് കോട്ടയത്താ. ആണോ? ഇത് കൊള്ളാലോ. ഞങ്ങൾ അമ്മച്ചിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് അമ്മച്ചിയുണ്ട്. അമ്മച്ചിയോട് പറഞ്ഞാൽ അമ്മച്ചി അത്ര നടക്കത്തില്ല. അപ്പൊ ഞങ്ങള് പറഞ്ഞു ഇപ്പൊ ഇത് കൊണ്ട് കാണിക്കണം. ഇവിടെയൊക്കെ പറഞ്ഞു 89. എന്റെ പൊന്നെ, ഇത് നിങ്ങൾ കാണണം കേട്ടോ. 89ാമത്തെ വയസ്സിൽ ശ്രീനഗർ വന്നുകൊണ്ട് ഈ കുപ്പായ ഇടാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അതൊക്കെ ഒരു സത്യം ഭയങ്കര ഇതാട്ടോ. അവള് ഓക്കെ. പുള്ളിക്കാരുടെ പേരാണ് ദേവിക. അംബിക. ഓക്കെ. 4 പെൺപിള്ളേർ. ഭാഗ്യം ചെയ്ത അമ്മയാട്ടോ, ഭാഗ്യം ചെയ്ത അമ്മയാ. അപ്പോൾ നമ്മുടെ അമ്മച്ചി പൊളിയാട്ടോ, അമ്മച്ചി കിട്ടുവാണ്. അപ്പോൾ ഈ വയസ്സിൽ ഭയങ്കര ആക്റ്റീവായിട്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്പറാണ് ചെറുക്കിയ വയസ്സെന്നൊക്കെ പറഞ്ഞാൽ അതിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പം എന്നാ പറയുക, എനിക്ക് വയസ്സായി യാത്ര ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് വേണ്ടേ ഈ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. 89ാമത്തെ വയസ്സിലാണ് അമ്മാമ്മ കാശ്മീർ കയറിയത്. അപ്പോൾ അത് മക്കളാണ്, കൊച്ചുമക്കളെല്ലാം കൂടെ കൊണ്ടുവന്നതാണ്. എന്നാലും അതൊരു ഇതാണ്, വരാൻ കാണിച്ചൊരു മനസ്സെന്നൊക്കെ പറഞ്ഞാൽ അപ്രിഷ്യേറ്റബിളാണ്. അതിൻ്റെ അകത്ത് ഒരു സംശയമില്ല. ഇതേട്ടാ നമ്മുടെ മുന്നിൽ കാണുന്നത് ദാൽ ലേക്കിൻ്റെ അതിവിശാലമായ കാഴ്ചകളാണ്. അപ്പം പെരിമഹലിന് തൊട്ടടുത്ത് നല്ല വ്യൂ കിട്ടും. അതായത് നമ്മൾ ടോപ്പിലാണ്, ആ മൗണ്ടൻ്റെ ടോപ്പിലായതുകൊണ്ട് നമുക്ക് ദാൽ ലേക്ക് അതിസുന്ദരമായിട്ട് കാണാൻ സാധിക്കും. ദാൽ ലേക്കിന്റെ അടിപൊളി ദൃശ്യങ്ങളാണ്. നല്ലൊരു വ്യൂ, അടിപൊളി ക്ലൈമറ്റ് ആണ്. ഒത്തിരി തണുപ്പുമില്ല, നൈസ് ക്ലൈമറ്റ്, കിട്ടു വൈബാണ് കേട്ടോ. അതുകൊണ്ട് അവർ നിൽക്കുന്ന സ്ഥലമൊക്കെ കണ്ടില്ലേ, അവിടുന്ന് ഉള്ള വ്യൂ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ കിട്ടു. ഫ്രണ്ട്സ്, അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതുപോലെ സ്റ്റെപ്പുകൾ കയറി നമുക്ക് ഇതിൻ്റെ 7 ടെറസിലേക്കും എത്തിച്ചേരാൻ സാധിക്കും. ഏറ്റവും ടോപ്പിൽ നിന്നൊക്കെ ഉള്ള വ്യൂ ഭയങ്കര രസമാണ്. ഇവിടെ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞത് ആ മരമാണ്, ആ പൂമരമാണ്. ചുമല പൂക്കൾ കൊണ്ട് നിറഞ്ഞ ആ പൂമരമാണ്. കപ്പിൾസ് എല്ലാവരും അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നത്. എങ്ങനെ എടുക്കാതിരിക്കുക, അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ്. അത് ഏറ്റവും ടോപ്പിലാണ്. അപ്പം ബാക്ക്ഗ്രൗണ്ടും അത് കിട്ടും. ആ പൂക്കളൂടെ കാണുമ്പോഴേക്കും ഉണ്ടല്ലോ, വാ
സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ. ഫ്രണ്ട്സ്, അപ്പം എൻ്റെ കുട്ടികളായിട്ടൊക്കെ വരുന്നവർ സൂക്ഷിക്കുക. അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ പരീമഹൽ ഗാർഡനിലൊക്കെ എത്തുന്നവർ, നമ്മൾ ഓരോ ടെറസ് കയറും തോറും ഹൈറ്റ് കൂടുതലാണ്. അതേണ്ട അവിടുന്ന് താഴേക്ക് വലിയ സേഫ്റ്റിയോ കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പം ഫോട്ടോ എടുക്കുന്നവർ, സെൽഫി എടുക്കുന്നവരൊക്കെ പ്രത്യേകം സൂക്ഷിക്കുക. ഇപ്പം എന്തേണ്ട കണ്ടില്ലേ, ആ പുള്ളിക്കാരി തന്നെ ഈ എഡ്ജിലിരുന്നാണ് ഫോട്ടോ എടുത്തത്. അതൊക്കെ ഓരോ ഇതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്കൊരു ബോധം ഉണ്ടായിരിക്കുക. പിന്നെ ഇതിൻ്റെ ചരിത്രം പറയുമ്പോൾ 1650 ഷാജഹാൻ ചക്രവർത്തിയുടെ മൂത്ത മകനായിരുന്ന ദാര ഷിക്കോ രാജകുമാരനാണ് പെരിമഹൽ ഗാർഡൻ നിർമ്മിച്ചത്. 7 ടെറസുകളായി നിർമ്മിച്ച ഈ പെരിമഹൽ ഗാർഡൻ എന്നാ പറയുക, അന്നത്തെ കാലം തൊട്ടേ കാശ്മീർ ഒരു പൂന്തോട്ടമായി അവർ കണ്ടിരുന്നു. അന്നത്തെ രാജാക്കന്മാർ വരെ അതിനെ കാശ്മീരിനെ അത്രയ്ക്ക് സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് കണ്ടിരുന്നത്. ഫ്രണ്ട്സ്, ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ലോകത്തൊരിടത്തും നിങ്ങൾക്ക് ഇത് കിട്ടത്തില്ല കേട്ടോ. നിങ്ങൾ ഈ പൂക്കള് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, അല്ലേ? ഇതിന്റെ ഇലയും അതുപോലെ തന്നെ അതിന്റെ പൂവും സെയിം കളറാണ്. ഇലയും പൂവും എല്ലാം ഒരേ കളറ്. ഇതെല്ലാം ഫുള്ള് മഞ്ഞയായിട്ട്, അതായത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പൂക്കൾ, അല്ലേ? ഒന്നും നമ്മൾ എല്ലാം പുതുമ നമുക്ക്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ ജാക്കറ്റൊക്കെ ഊരി കേട്ടോ. ചെറിയ തണുപ്പുണ്ട് എന്നാലും, അല്ലേ? ജാക്കറ്റ് ആവശ്യമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ ഫ്ലൈറ്റൊക്കെ കയറിയപ്പോൾ ഞങ്ങൾ മാത്രം ജാക്കറ്റൊക്കെ ഇട്ടോണ്ട് വലിയ കാര്യത്തില്ല. ആരും എല്ലാവരും ഇങ്ങനെ നോക്കി, ഇവന്മാർ ഇവിടെ നിന്ന് വരുന്നു. ആദ്യമായിട്ട് വരുന്നതാണ്, കണ്ടാലേ അറിയാം. അപ്പോൾ ഞങ്ങൾ ഇതിപ്പോൾ അടുത്ത ഗാർഡന് ഇനി ഒന്നുകൂടെ ഉണ്ട്, അല്ല ഇനി 2 ഗാർഡനുണ്ട്. അപ്പോൾ 4 ഗാർഡനാണെന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോസിൽ നമ്മൾ ഒരുപാട് നീട്ടത്തില്ല, കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. മാക്സിമം ഞങ്ങൾക്ക് ഉള്ള ഇവിടുത്തെ എക്സ്പീരിയൻസ് അതേ രീതിയിൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നതായിരിക്കും, അല്ലേ? പക്ഷേ ഈ സമയം സൂപ്പറാ, അല്ലേ? ക്ലൈമറ്റ് എല്ലാം ക്ലീനാണ്. ആ കാര്യത്തിൽ പക്ക കേട്ടോ. ഞങ്ങൾ മുഗൾ ഗാർഡനിൽ ബാത്റൂമിൽ പോയായിരുന്നു, കുഴപ്പമില്ല. എന്നാലും അത്ര വലിയ ക്ലീൻ ഒന്നുമില്ല. പുറത്തുനിന്നാണ് നല്ല ഭംഗി കേട്ടോ. നല്ല ഭംഗിയല്ലേ? മഞ്ഞ കളറാന്നേ ഉള്ളൂ. ഇത് നല്ല പറിച്ചെടുക്കല്ലോ, ഒരു വെടിക്കെട്ടിടി വരും കേട്ടോ. ഒന്നാമത് ഈ ലോഡും വെച്ച് ഓടാനും വയ്യ. രാവിലെ ഒരു ആലു പൊറോട്ട മാത്രമേ കഴിച്ചുള്ളൂ. കുഴപ്പമില്ലായിരുന്നല്ലേ ആലു പൊറോട്ട? ആലു പൊറോട്ട നല്ലായിരുന്നു. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. അച്ചാറല്ലേ? ഭയങ്കര പൊടിയാ. ഇതിന്റെ ഒരു മണമുണ്ട് ഈ പൂവിന്. നല്ല മണമുണ്ട് കേട്ടോ. നല്ല മണം, നല്ല മണം. മണത്തെ നല്ല മണം അല്ലേ? അതിന്റെ ഇവിടെ നിൽക്കുമ്പോഴേ കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള പൂവിനൊന്നും വലിയ മണമൊന്നുമില്ല. ഇത് നമ്മുടെ കൊന്നയുടെ അതേ ഇലയാ. സത്യമാണല്ലോ, കൊന്നയുടെ അതേ ഇലകളൊക്കെ വെച്ചിട്ട്. അടിച്ചേല് വീഴുന്ന എടുക്കേണ്ട വരുമോ? ആ വരവൊക്കെ കണ്ടിട്ട്. പൂക്കൾ അതുപോലെ തന്നെ ഗാർഡൻസൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർ, അതായത് ഏപ്രിൽ മാസം നിങ്ങൾ ശ്രീനഗർ വരുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് പെരിമഹൽ ഗാർഡൻ. അവിടെ ആ ബാൽക്കണി എന്നൊക്കെയുള്ള ഫോട്ടോസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ലൈഫിൽ നമ്മുടെ ഇങ്ങനെ മറക്കാത്തൊരു ഓർമ്മയായിട്ട് ഇങ്ങനെ നിൽക്കും. അതാണ് ഈ സ്ഥലങ്ങളുടെയൊക്കെ പ്രത്യേകത. അപ്പം ഇവിടെ വരുന്നവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നമ്മൾ കാഴ്ചകൾ കണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. നല്ല രസമായിരുന്നു കേട്ടോ.
ഫ്രണ്ട്സ്, അപ്പം രാവിലെ തന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങൾ കവർ ചെയ്യുക എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതിന് കാരണം ഇതാണ്. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ഒരു വണ്ടി പോലും ഇല്ലായിരുന്നു, കണ്ടോ, ഫുള്ള് ട്രാഫിക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ സ്ഥലങ്ങൾ വരുമ്പോൾ രാവിലെ തന്നെ കവർ ചെയ്യാൻ നോക്കും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പം ഇതിലും അതിസുന്ദരമായ വീഡിയോസ് ഇനി അടുത്ത വീഡിയോസിലൂടെ നിങ്ങളിൽ എത്തുന്നതായിരിക്കും. അപ്പം വീഡിയോ ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലേ? ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സ് വഴി നമ്മളെ അറിയിക്കുക, നമ്മളതിന് റിപ്ലൈ തരുന്നതായിരിക്കും. കാശ്മീർ പോകാൻ പ്ലാനുള്ളവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന വളരെ സിമ്പിളായിട്ട് നമ്മളിത് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ ബൈ.